السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. മഹത്തായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ സതീർത്ഥ്യൻ പണ്ഡിത ശ്രേഷ്ഠൻ ബഹുമാനപ്പെട്ട ഉസ്താദ് TS ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ അവറുകൾ, നമ്മുടെ മഹല്ലത്തുകളുടെ കാതൽ, സ്റ്റേജിലും സദസ്സിലും ഒത്തുചേർന്ന പണ്ഡിതന്മാർ, സയ്യിദുമാർ, മുഹിബ്ബീങ്ങളായ സഹോദരന്മാർ, പൊതു ജന താൽപ്പര്യത്തിലും പ്രവർത്തനത്തിലും സഹകരിക്കുന്ന നമ്മുടെ ബ്ലോക്ക് മെമ്പർ അടക്കമുള്ള ഈ മനോജ് അടക്കമുള്ള സഹോദരന്മാർ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മനോഹരമായ ഒരു കെട്ടിടം നമുക്ക് വേണ്ടി ഇവിടെ നിർമ്മാണം ആരംഭിച്ചു. ഒരു നില പൂർണ്ണമായി, ബാക്കിയുള്ള ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. റഫീഖ് സാഹിബിൻ്റെ ക്ഷണം വളരെ നേരത്തെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ, റമദാനിൽ ആദ്യവും പിന്നീടും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉള്ള പരിപാടി അതിൽ പങ്കെടുക്കണമെന്ന് ക്ഷണിച്ചിട്ടുള്ളതാണ്. ഇന്നും ഇന്നലെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ക്ഷണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഐക്യത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു വലിയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇസ്ലാമിൻ്റെ സന്ദേശം ആദ്യമായി വന്നെത്തിയ പ്രദേശങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് മലബാറിലെ ഈ സ്ഥലങ്ങളെല്ലാം. ഇവിടെയുള്ള എല്ലാ ജനങ്ങളും സാഹോദര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ജീവിച്ച് വരികയാണ്. 1400ഓളം വർഷം ഇവിടെ ഇസ്ലാം വന്നതിന് പഴക്കമുണ്ട്. പള്ളി ഉണ്ടാക്കാൻ നമുക്ക് സ്ഥലമില്ലെങ്കിൽ നമ്മുടെ അമുസ്ലിം സഹോദരന്മാർ, പ്രത്യേകിച്ച് ഹിന്ദു സഹോദരന്മാർ അതിന് സ്ഥലം നൽകിയിട്ടുണ്ട്. നമ്മുടെ കാരണവന്മാരായ അറബികൾ ഇവിടെ വന്നെത്തിയ സന്ദർഭം, കച്ചവടാവശ്യത്തിനും മറ്റും വന്നു ഇവിടെ താമസമാക്കി. അവർക്ക് ഇണകളെ സമ്മാനിച്ചതും നമ്മുടെ നാട്ടിലുള്ള സഹോദരന്മാരാണ്. അങ്ങനെ ഇവിടെ ധാരാളം ആളുകൾ ഉണ്ടാവുകയും ആ സ്നേഹബന്ധം നിലനിന്ന് വരികയും ചെയ്തു. 700 വർഷത്തോളം കേരളത്തിലില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ഭരണം ഉണ്ടായിട്ടുണ്ട്. സാഹോദര്യം മാത്രമാണ് അവർക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയാൽ തൊട്ടടുത്ത സ്ഥലത്ത് ഒരു അമ്പലം, ചർച്ച്. ജൈനമതക്കാരും ഇവിടെ ധാരാളമുണ്ട്. 300ഓളം മതങ്ങളും അത്ര തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭാഷകളുമുള്ള ഈ പ്രദേശമാണ്. ഇവരിങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ നാട്ടിൻ്റെ സൗന്ദര്യം. നാനാത്വത്തിൽ ഏകത്വം ഇന്ത്യക്ക് മാത്രമുള്ള ഒരു സവിശേഷതയാണ്. ഏത് രാജ്യത്ത് ചെന്നാലും ഒരു ഭാഷ, ചൈനയിലൊക്കെ ചെന്ന ഒരൊറ്റ ഭാഷ. അറബ് രാജ്യങ്ങളിൽ ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഒരു ഭാഷ, ഉച്ചാരണത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നർത്ഥം. നമ്മുടെ നാട്ടിൽ 300 ഭാഷ, 17 ഭാഷ, 10-17 ഭാഷ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്.
കൽക്കത്തയിൽ ഞാൻ 2 ആഴ്ച മുമ്പ് ചെന്നപ്പോൾ അവിടെ ഉള്ളവരൊക്കെ കുട്ടികളൊക്കെ ഉറുദു അറിയുന്നവരാന്ന് വിചാരിച്ച് ഉറുദു പറയാൻ നോക്കുമ്പോൾ അതിൽ ധാരാളം കുട്ടികൾക്ക് ഉറുദു അറിയാത്തവരാ. അവർക്ക് ബംഗാളി അറിയാം, അവർക്ക് വേറെ ഭാഷകൾ അറിയാം. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ. കാസർഗോഡത്തെ ഭാഷയും ഇവിടുത്തെ ഭാഷയും വ്യത്യാസമുണ്ട്. 5-6 ഭാഷകൾ കൂടിക്കലർന്നുകൊണ്ടുള്ള ഒരു ഭാഷയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ വിവിധത്വങ്ങൾ ഒക്കെപ്പാട് അടിച്ചിട്ട് ഒരൊറ്റ ആക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് വിചാരിച്ചതും പറഞ്ഞതും എത്ര വലിയ ആളുകളാണെങ്കിലും ശരിയല്ല എന്ന് മാത്രം മിതമായ ഭാഷയിൽ ഈ സന്ദർഭത്തിൽ എത്ര സംസ്കാരം വിവാഹവുമായി ബന്ധപ്പെട്ട് ആരാധനകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ അവരുടേതായ നിലക്ക് നടന്നു പോകുന്നു. അതോടുകൂടി മറ്റുള്ളതിലൊക്കെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരോട് സഹകരണം പ്രഖ്യാപിക്കുന്നു, സഹകരണം കാണിക്കുന്നു. പള്ളിയിലേക്ക് വരുമ്പോൾ ഇതൊരു പള്ളിയായിരുന്നെങ്കിൽ നമ്മൾ പറയും പള്ളിയിലേക്ക് വരുമ്പോൾ ആദ്യം വലത്തേക്കാല് എടുത്ത് വെക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തഫ്തഹ ലി അബ്വാബ റഹ്മത്തിക, കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരണം എന്ന പ്രാർത്ഥന അത് വെച്ചുകൊണ്ടാണ്. കാരുണ്യം പാവപ്പെട്ടവരിലേക്ക് കൈ കാണിച്ചു, എന്തെങ്കിലും ഒന്ന് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ആളുകളൊക്കെ കുറേ തപ്പിയൊക്കെ ചെറിയ നോട്ടും ചെറിയ സംഖ്യയൊന്നും കാണാനില്ല. അവ പറയും ചില്ലറില്ല. ചില്ലറയല്ല ഇല്ലാതെ പോയത്, അവർക്ക് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയാണ് ഇല്ലാതെ പോയത്. അതുകൊണ്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തേക്കാല് വെച്ച് കയറിയിട്ട് കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരാൻ ഞങ്ങൾ ചോദിക്കുന്നു എന്ന് പറയണമെന്ന്. റമദാൻ ആദ്യത്തെ 10 ദിവസത്തിൽ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, കാരുണ്യം നൽകണം തമ്പുരാനെ എന്ന. കാരുണ്യം എനിക്ക് നൽകണം എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിക്കുന്നവർക്കാണ് ആകാശത്തിലുള്ളവൻ, അതായത് അല്ലാഹു തആല കരുണ ചെയ്യാൻ. അർറാഹിമൂന യർഹമുഹുർ റഹീം, അർറഹ്മാനു യർഹം, റഹ്മാനായ തമ്പുരാൻ കരുണ കാണിക്കുന്നവർക്ക് കാരുണ്യം നൽകും എന്നാണ്. അപ്പോൾ തൻ്റെ സമ്പത്ത് തനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, പാവപ്പെട്ടവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. വീട്ടിലിഷ്ടം പോലെ ഭക്ഷണങ്ങളുണ്ട്, പക്ഷേ അവൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം അത് എനിക്ക് തന്നെ കഴിക്കാനുള്ളതാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. ഷഫീഉനാ റസൂലുള്ളാഹി. അയൽവാസി ഏതാ അയൽവാസി? മുസ്ലിമാ, ഹിന്ദുവാ, ക്രിസ്ത്യാനി, ആരുമാവാം, അയൽവാസി എന്നാ പറഞ്ഞത്. അയൽവാസികൾക്ക് സ്വത്തവകാശമുണ്ടാകുമെന്ന് ഒരു വേള ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. ഫറായിദിൻ്റെ ആയത്തുകൾ കംപ്ലീറ്റായി പൂർണ്ണമായി ഇറങ്ങുന്നതിന് മുമ്പ് ആ കാലത്ത് അയൽവാസികളായ ആളുകൾക്കും വലിയ ഒരാളുടെ സ്വത്തിൽ നിന്നൊരവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. ആ നിലക്ക് ഒരു വീടുണ്ടാക്കുമ്പോൾ അങ്ങാടിയിൽ പിന്നെ അതിന് നിവൃത്തിയില്ല, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വീട്ടിലേക്ക് വരുന്ന വായു തടയുന്ന, കാറ്റ് തടയുന്ന നിലക്കുള്ളൊരു വീടുണ്ടാക്കരുത് എന്ന് അതിനുണ്ട് തത്തുഷ. എന്താ പറയുക, വീടുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആലോചിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ പലതും. ഒരാൾ സ്വന്തമാണെങ്കിൽ എങ്ങനെയാവാല, പക്ഷെ 2 ആളുണ്ടായാൽ നിയമം മാറും. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നിയമം മാറും. യാത്രയിലും വഴിയുണ്ടാക്കുന്നതിലും വീട് വെക്കുന്നിടത്തൊക്കെ നിയമമുണ്ട്. ചുരുക്കത്തിൽ സാഹോദര്യവും സ്നേഹവും എല്ലാവരുടെയിലും വേണം. പിന്നെ ഭിന്നിപ്പ് ഇല്ലാത്ത നിലയിലാണ് നമ്മൾ പോകേണ്ടത്. അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് പഠിക്കാൻ വേണ്ടി പോയി. 10-70 ആളുകളും തൻ്റെ കൂടെ ഉണ്ട്. തൻ്റെ സഹോദരനെയാണ്, ഹാറൂൻ നബിനെയാണ് അവിടെ നിശ്ചയിച്ചത്. മൂസാ നബി നബിയായപ്പോൾ മൂസാ നബിൻ്റെ ഒരാവശ്യപ്രകാരം അല്ലാഹു തആല ഹാറൂൻ നബിനെയും കൂടി നബിയാക്കി. അദ്ദേഹത്തെ നിർത്തിപ്പോയി. പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു, ഒരു പശുക്കുട്ടിൻ്റെ മാരിലൊരു സാധനം. അത് വലിയ കഥ മൂല്യന്മാർ വേദം പറയുമ്പോഴൊക്കെ പറയണതാണ്. ഒരു പറഞ്ഞു അള്ളാനെ തെരഞ്ഞ് മൂസ പോയി, മൂസാനെ തെരഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചാൽ ഇതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ദൈവമാണ് എന്ന് പറഞ്ഞു. ആ പശുക്കുട്ടിന് ഒലനുണ്ടാക്കിയതാണ്. ബനി ഇസ്രായേൽക്കാർ ആഭരണങ്ങളും മറ്റും ഫിറൗൻ്റെയും മറ്റും കിട്ടിയ ആഭരണങ്ങൾ വാർത്തുണ്ടാക്കിയിട്ട് ഒരു പശുവിൻ്റെ രൂപത്തിലാക്കി അതിൻ്റെ വായൻ്റെ ഉള്ളിലൊരു മണ്ണ് വെച്ചു. അപ്പോൾ അതിങ്ങനെ ചാടാനും അതിങ്ങനെ ശബ്ദിക്കാനും തുടങ്ങി. ഇതാണ് ദൈവം.
ദൈവത്തെ തിരഞ്ഞ മൂസ അങ്ങോട്ട് പോയി. ഹാറൂൻ നബി അലൈഹിസ്സലാം സൈലൻ്റായി നിന്നു. എന്താ ശിർക്ക് ചെയ്യുമ്പോൾ മുണ്ടണ്ടേ, പറയണ്ടേ, വർത്താനം പറയണ്ടേ, നിർത്തണ്ടേ, അതൊക്കെ ചോദ്യം. മൂസാ നബി വന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആകെ വേശക്കും, ഒക്കെ ഭീമാരാധനയിലും പറ്റുക. മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബിനെ കണ്ട പാട് അദ്ദേഹത്തിൻ്റെ താടിയും തലയും പിടിച്ചു. എന്നിട്ട് എന്തേജ് കണ്ട് നോക്കി നീന്നൂന്ന് ചോദിച്ചു. ഹാറൂൻ മൂപ്പരുടെ ജ്യേഷ്ഠനാണ്. അപ്പം മൂസാ നബിനോട് പറഞ്ഞില്ല, എൻ്റെ തലയും എൻ്റെ താടിയൊന്നും പിടിക്കണ്ടെന്ന് പറഞ്ഞാൽ തലയും താടിയൊക്കെ പിടിച്ചിട്ട് ഹാറൂൻ നബിക്ക് വേദന ഉണ്ടായോ ഇല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും അങ്ങനത്തെ പിടുത്തം വേണ്ട. ഞാൻ ഒരു കാര്യം മാത്രമാണ് ചിന്തിച്ചത്. എന്താ ആലോചിച്ചത്? ഖശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ, ബനി ഇസ്രായേൽക്കാരടിയിൽ നീ വിഭജനമുണ്ടാക്കിയെന്ന് പറയും, ചേരിതിരിവുണ്ടാക്കിയെന്ന് പറയും. ഞാനൊന്ന് പറഞ്ഞാൽ കുറേ ആൾ സ്വീകരിക്കും, കുറേ ആൾ സ്വീകരിക്കില്ല. ബനി ഇസ്രായേൽക്കാർ രണ്ട് കക്ഷിയാവും. അത് വേണ്ടെന്ന് വെച്ചു. ആരാധിക്കണമല്ലാണ്ട് ആരാധിക്കട്ടെ, മൂപ്പര അന്നത്തെ മദ്ഹബ് അങ്ങനെ. ആരാധിക്കണമല്ല ആദ്യം ഇജുണ്ട് വന്നാൽ അതൊക്കെ പറഞ്ഞാൽ ശരിയാവും. നേരെ മറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കക്ഷികളായ രണ്ട് കക്ഷിയാ, എന്താ ഹാറൂൻ നബിക്കൊന്നും അറിയില്ല, അയാളെന്താ അങ്ങനെ പറയാൻ, എന്താ മൂസ അങ്ങനെ പറയാൻ, രണ്ട് കക്ഷിയാണ്. അപ്പോൾ ഈ നിലക്കുള്ള വ്യത്യാസമുണ്ടാകുന്നത് വളരെ ഗൗരവമായ കാര്യമായിട്ട് കൂടി ഹാറൂൻ നബി അലൈഹിസ്സലാം സൈലൻ്റായി എന്നുള്ളതാണ് ചരിത്രത്തിൽ ഖുർആൻ പറഞ്ഞത്. ഒരു മഹല്ല്, ഒരു രാഷ്ട്രം, ഒരു സംസ്ഥാനം അത് ചൊവ്വിന് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സഹകരിച്ചു കൊണ്ടേ. കുറച്ചാൾക്കാർ വളഞ്ഞും കുറച്ചാൾക്കാർ തിരിഞ്ഞു നിന്നാൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ഏത് കാര്യങ്ങളാണെങ്കിലും ഉമൂറുഹും ഷൂറാബൈനോ, പരസ്പരം ആലോചന ചെയ്തുകൊണ്ട് നടത്തണം എന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഞാൻ നീട്ടിപ്പറയുന്നില്ല. പ്രസംഗിക്കാൻ പറ്റുന്ന ആളുകൾ ധാരാളം ഇവിടെ പണ്ഡിതന്മാരുണ്ട്. എന്നെ വിചാരിച്ച് എൻ്റെ പാടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ചാൻസ് ചുരുക്കിയില്ല, ഒരു ചാൻസും കൂടി മൂപ്പർക്കുണ്ട്. അതിൽ വേണമെങ്കിൽ കുറച്ച് പറഞ്ഞേക്കാം. ഏതായാലും എനിക്കൊരു പരിപാടി പങ്കെടുക്കാണ്ട്, അതിൻ്റെ അപ്പുറത്ത് രണ്ട് പരിപാടി, ഒന്ന് തളിപ്പറമ്പിലും ഒന്നുണ്ട്. ഞാൻ ക്ഷീണിതനാണ്. നിരന്തരമായ യാത്ര, 2 ദിവസം ഇതിനു മുമ്പ് കുവൈത്തിലായിരുന്നു. അന്ന് ഉറക്കം പോയി. എത്രയോ ഉറക്കം പോയത്? അന്ന് 12 മണി വരെ അവിടെ പോയി. അവിടുത്തെ അവരെ ടൈം 12 മണി. അപ്പോൾ നമുക്ക് ഇവിടെ 2.5 മണിക്കൂർ ഡിഫറൻസ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2.5 മണിയായി ഉറങ്ങാൻ. ഇവിടുത്തെ 2.5 മണിക്കൂർ വ്യത്യാസമാണ്. ബഹ്റൈനും ഖത്തറും കുവൈത്തും ഒക്കെ തമ്മിൽ, സൗദിയും. അപ്പോൾ ആ നിലക്ക് അന്നത്തെ ഉറക്കം പറ്റപ്പോയി. അവിടുന്ന് പോരുന്ന അന്ന് പിറ്റേന്ന് ഞാൻ മടങ്ങിപ്പോന്നു. അന്നത്തെ ഉറക്കം പോയി. ഇന്നലെ വന്ന് ഇറങ്ങി വീട്ടിൽ പോകാതെ നേരെ പോയത് വയനാട്ടിലൊരു പള്ളി ഉദ്ഘാടനമുണ്ട്. വലിയൊരു അറബി ഉണ്ടാക്കിയ പള്ളി. പാണക്കാട്ടുനിന്ന് സാദിഖ് അലി ശിഹാബും പങ്കെടുക്കുന്നതാണ് കരുതിയത്. അവിടെ എത്തി. ഇന്നലെയും ഉറക്കം പോയി, ഇന്നും ഉറക്കം പോകുന്ന. അപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് 9 മണിക്ക് ഉറങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പരിപാടിയൊക്കെ ഒഴിവാക്കി നാട്ടിലേക്ക് വേഗം മടങ്ങുക. എന്നിട്ട് ഒരു 8 ദിവസത്തിന് ഒരു സ്ഥലത്തേക്കും പോകരുത്, അവിടെ തന്നെ നിൽക്കണം. എന്നിട്ട് പിന്നെ ചികിത്സിച്ചാൽ മതി എന്നാണ്. അപ്പോൾ ഡോക്ടർമാർ പറയണേ നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ പിന്നെ രോഗമാകുമ്പോൾ അവരെ തന്നെയല്ല കാണാനുള്ളത്. അപ്പോൾ നിങ്ങളെന്താ മൂല്യരെ എങ്ങനെ പറഞ്ഞൊന്നും കേൾക്കാത്ത? നിങ്ങൾ പറഞ്ഞൊക്കെ ആൾക്കാർ കേൾക്കണ്ടേ? നിങ്ങൾ എത്ര ആയത്തോതും എത്ര അതീത്തോതും അതൊക്കെ ആളുകൾ കേൾക്കണം. അതുപോലെ നിങ്ങളുടെ ശരീരത്തെപ്പറ്റി പറയേണ്ടവർ, നിങ്ങളുടെ ആരോഗ്യത്തെ പറയുന്നത് ഞങ്ങളല്ലേ, നിങ്ങൾ കേൾക്കണ്ടേന്ന് ചോദിക്കും. അത് ചോദിപ്പിക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ എല്ലാ പരിപാടിയും 2 പരിപാടി ഒഴിവാക്കി. ഇന്ന് 2 പരിപാടി, ഈ ഒരു പരിപാടിയും ഇനി മറ്റൊരു പരിപാടി. ഇത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വേഗം എത്തണം. നാളെ പരീക്ഷ എഴുതാൻ വേണ്ടി അതിനെത്തണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് കൂടുതൽ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്, സമയത്തിൻ്റെ കുറവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബിൽഡിങ് നമ്മുടെ ഇടയിലുള്ള ഐക്യത്തിനും നമ്മുടെ ഇടയിൽ സൗഹൃദത്തിനും എല്ലാവരുമായി സ്നേഹം പങ്കിടുന്നതിലേക്ക് സഹായിക്കുന്നതുമായ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നതായ, നന്മ ഉപദേശിക്കുന്നതായ, അതിന് പറ്റുന്ന ഒരു സ്ഥാപനമായി അള്ളാഹു ആക്കി തരുമാറാവട്ടെ. അതിനുവേണ്ടി സംഭാവന ചെയ്തവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചവർ എല്ലാവർക്കും തക്ക പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. ആഫത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മരിച്ചവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. പാവപ്പെട്ട നാമം അവിടെ എത്തിച്ചേരുന്ന സന്ദർഭം അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും വർദ്ധിച്ച് അള്ളാഹു നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.
വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.